ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡ് തുടങ്ങി നമുക്ക് നോക്കാം അല്ലേ. ഓൾറെഡി ഗോൾഡ് ബുള്ളിഷാണ്, ഞാൻ പറഞ്ഞതാണ്. ബിയർഷിലേക്കുള്ള സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും നമ്മൾ ബുള്ളിഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ചെറിയ ചെറിയ പുൾ ബാക്ക് എടുക്കാനും ആയിരുന്നു നമ്മൾ പലപ്പോഴും സെല്ലിലേക്ക് നോക്കിയത്. പ്രൈസ് എപ്പോഴും നല്ലൊരു ബുള്ളിഷിൽ വന്നിട്ട് ഇതേപോലെ ചിലപ്പോൾ ഇതേപോലെയൊക്കെ ചെറിയൊരു റേഞ്ച് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു പൊസിഷനിൽ ചെറിയ ഒരു റേഞ്ച് പ്രൈസ് ഉണ്ടാക്കി, പക്ഷേ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കയറിപ്പോയി പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ വന്നു. അതുമാത്രമല്ല 3000 എന്ന പുതിയ ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് ഗോൾഡ് മാറി അല്ലേ. പുതിയൊരു ഓൾ ടൈം ഹൈ പ്രൈസ് ഹിറ്റ് ചെയ്തു. എല്ലാ മാസവും പ്രൈസ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ബുള്ളിഷിലാണ് ആ ദിവസം വന്ന് ക്ലോസ് ചെയ്തത് കൊണ്ട് കഴിഞ്ഞാൽ പ്രൈസ് ഇനിയും നല്ല ബുള്ളിഷ് തന്നെ ആയിരിക്കും. റിജക്റ്റ് ക്യാൻഡിലുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന വലിയ റിജക്ഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. മിക്കവാറും മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഒരു പൊസിഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്ന നല്ലൊരു ട്രേഡ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഡേയിൽ നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷാണ്. ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഉണ്ടോ. മൺഡേ ജസ്റ്റ് ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് പ്രൈസ് ബാക്കി 4 ഡേയ്സും പ്രൈസ് നല്ല ബുള്ളിഷിലായിരുന്നു. അപ്പോൾ മൺഡേ നിങ്ങൾക്കൊരു 50 മിനിറ്റിൻ്റെയോ ഏതെങ്കിലുമൊക്കെ 1 അവറിൻ്റെയൊക്കെ ഒരു പൊസിഷനിൽ പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യുക. അവിടെ നിന്ന് ലോങ് ടൈം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമെന്ന്. പ്രൈസ് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 3030, 3060, 3080, അങ്ങനെ 3100 ഈ രീതിയിലായിരിക്കും പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ഏകദേശം ഒരു 3200 വരെ ഞാൻ ഈ ഒരു ബുൾ റൺ പ്രതീക്ഷിക്കുന്നു. മിക്കവാറും അവിടെ നിന്നൊരു നല്ലൊരു പുൾ ബാക്ക്, ഈ ഒരു ചെറിയ പുൾ ബാക്ക് അല്ല, ഒരു $500 പുൾ ബാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. അതേപോലെ നിങ്ങൾ നാളെ പ്രൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പിലാണ്, ഒരു ബുള്ളിഷ് ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഉറപ്പായിട്ടും പ്രൈസ് നല്ല ബുള്ളിഷിലായിരിക്കും. അത് നിങ്ങൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കുക. ആ ഗ്യാപ്പ് എന്തായാലും പ്രൈസ് ആദ്യം തന്നെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് 4 അവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മിക്കവാറും 4 അവറിൻ്റെ ഐഡിയം എടുത്തു. 4 അവറിൻ്റെ എക്സ്ട്രീം ഓബി ഇവിടെയുണ്ട്. 4 അവറിൻ്റെ ഡിസിഷൻ ഓബിയാണ് ഈ വരുന്നത് അല്ലേ. ഈ ക്യാൻഡിലിന് നെക്സ്റ്റ് ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ വിക്കും കൂടി ആഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡായിരിക്കും. അപ്പോൾ കിട്ടുകയെന്ന് ഉറപ്പില്ല. കിട്ടുകയാണെങ്കിൽ എടുക്കുക. ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഇവിടം വരെ എത്തിയതിൽ ടച്ച് ചെയ്യാതെയും ചിലപ്പോൾ കയറിപ്പോൾ നമുക്കതിന് 1 അവറിലേക്ക് വരാം. 1 അവറിൻ്റെ ഐഡിയം പ്രൈസ് എടുത്തിട്ടുണ്ട്. 1 അവറിൻ്റെ OB കണ്ട് ചിലപ്പോൾ കാരണം 1 അവറിൻ്റെ OBയിൽ തന്നെയാണെങ്കിൽ ബെസ്റ്റ്, ഏറ്റവും അടിപൊളി ബൈയിങ് പൊസിഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3000 ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇനിയും കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ബൈയിലേക്ക് തന്നെ സാധ്യത നോക്കുക. കഴിഞ്ഞ ആഴ്ച 50 മിനിറ്റിലൊക്കെ ഒരുപാട് സാധ്യത എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു. 50 മിനിറ്റ് സ്ട്രക്ചറിലൊക്കെ പ്രൈസ് വന്നത് കൊണ്ട് മിറ്റിഗേഷൻ നടത്തി വളരെ ഫാസ്റ്റായിട്ട് വീണ്ടും ഐഡിയം എടുത്തു. അതേപോലെ സെക്ഷൻ്റെ ലോ എടുത്തു. ആ രീതിയിലൊക്കെ ഒരുപാട് എൻട്രികൾ ബൈയിലേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ചെറിയ ചെറിയ സെൽ എൻട്രീസും നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും പ്രതീക്ഷിച്ച് ഇവിടുന്ന് പ്രൈസിന് ഒരു പുൾ ബാക്ക് 4 അവറിൻ്റെ സെറ്റപ്പിൽ നിന്ന് എടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊക്കെ കണ്ടോ, ഈ ഐഡിയം എടുത്തിട്ടൊരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നടത്തി പ്രൈസ് നേരെ തിരിച്ച് കയറിപ്പോയി. പക്ഷേ നല്ല രീതിയിൽ കയറിപ്പോൾ അതിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു. പിന്നെ പ്രൈസ് നല്ല ബുള്ളിഷാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്ന് പ്രൈസ് മൂവ് ചെയ്തു. വീണ്ടും സെക്ഷൻ്റെ ലോയും കൂടി എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഈ മൂവ്മെൻറ്റ്സ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ദിവസം തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറാമെങ്കിൽ ഏകദേശം ഒരു 100-150 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ്, ഈ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് 100-150 ഏകദേശം 10-150 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് ആ ഒരു ന്യൂയോർക്ക് മാർക്കറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല എൻട്രികളായിരുന്നു. ബൈ കിട്ടുകയാണെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. അതേപോലെ സെക്ഷൻ്റെയൊക്കെ ലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിലും പ്രീവിയസ് വീക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. പ്രീവിയസ് ഡേ അതേപോലെ തന്നെ 50 മിനിറ്റ് സ്ട്രക്ചറിലൊക്കെ വരുന്ന എല്ലാ ബൈ എൻട്രീസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സെല്ലിലേക്ക് ഞാൻ പറയുകയാണ്, ഈ ഡേയുടെ ഈ ഒരു ക്യാൻഡിൽ വലിയ രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ വീക്കിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വീക്കിലേക്ക് പ്രൈസ് നല്ല ബുള്ളിഷാണ്. മന്തിലേക്ക് നോക്കിയാലും പ്രൈസ് നല്ല ബുള്ളിഷാണ് അല്ലേ. നമുക്ക് മന്തിൻ്റെ ഈ ഒരു ക്യാൻഡിൽ ഒരു IFC ക്യാൻഡിലായിട്ട് വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് നല്ലൊരു
ബിയറിഷ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈ പോയി ബ്രേക്ക് ചെയ്തു, നല്ല രീതിയിൽ ലോ പ്രൊട്ടക്റ്റഡ് ആയി പ്രൈസ് ഇനിയും നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഇതിനർത്ഥം. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതേപോലെ തന്നെ പ്രൈസ് കയറി പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് കുറച്ച് നാളുകളായിട്ട് ബുള്ളിഷിലേക്ക് തന്നെയാണ്. നമ്മൾ ഡേയുടെ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ബൈ എടുത്തിട്ട് പ്രൈസ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത് ബൈയിലേക്ക് തന്നെയാണ്. നല്ല ബൈ എൻട്രീസ് ആയിരുന്നു, പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ട് പ്രൈസ് ഇത്രയും മൂവ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ പരമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ടിന് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഒരേ ദിശയിലേക്ക് വന്നപ്പോൾ പ്രൈസ് ഈ രീതിയിൽ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത് മന്തിൻ്റെ ഒരു IFC ക്യാൻഡിലാണ്. നെക്സ്റ്റ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് മന്തിൻ്റെ ലെവലിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ. ഞാൻ ഇവിടെ നിന്നൊരു സെല്ല് എടുത്തിട്ടുണ്ട്, പക്ഷേ പ്രൈസ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ആ സെല്ല് ഇപ്പോഴും ഹോൾഡിങ് തന്നെയാണ്. പക്ഷേ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. ഏകദേശം ഒരു 40-50 പിപ്പൊക്കെ മാക്സിമം മൂവ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ചു വരുന്നുണ്ട് വീണ്ടും പ്രൈസ്. അപ്പോൾ നല്ല റിയാക്ഷനുള്ളൊരു പൊസിഷനാണ് വീക്കിൻ്റെ സെറ്റപ്പ് നോക്കുമ്പോൾ. ഈ ഒരു സ്ട്രക്ചർ നല്ലതാണ്. ഈ സ്ട്രക്ചറിൽ ഈ ഒരു പൊസിഷൻ ഇതിഞ്ഞ് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈയും, അതായത് ഇതൊരു മേജർ ഹൈ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹൈയും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണം. നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റേർണൽ ബിയറിഷിലേക്കുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ഓൾറെഡി നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു മൂവ്മെൻറ്റ്സ് ആണ്. പ്രൈസ് വളരെ ഫാസ്റ്റ്, ഏകദേശം ഒരു 75% പ്രൈസ് മൂവ് ചെയ്തു. ഇനിയും കുറച്ചും കൂടി മൂവ് ചെയ്താൽ പ്രൈസ് ഈ ഹൈ എടുക്കുക. ഈ ഒരു മൂവ്മെൻറ്റ്സ് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും മൂവ് ചെയ്തേക്കുന്നത് പോലെയല്ല ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കുക. അതാണ് ഞാൻ ആ വീക്കിൻ്റെ നോക്കുന്നത്. ചിലപ്പോൾ പ്രൈസ് നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് ഒരു പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ലോവരെ അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ പോലെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ അതേപോലെ ഇവിടെ ഒരു OB ഉണ്ട് ഇൻറ്റേർണൽ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ബൈയും നല്ലൊരു ബൈ ആണ് ഇൻറ്റേർണൽ. പക്ഷേ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിന് മുമ്പ് ഇവിടെ ഇൻറ്റേർണൽ ഐഡിയ ഉണ്ട്. ഈ ഒരു ഇൻറ്റേർണൽ ഐഡിയയും കിട്ടിയാലും ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം കേട്ടോ. 4 അവറിലേക്ക് പ്രൈസ് ഈ ഒരു പൊസിഷനിൽ, നമ്മുടെ വീക്കിൻ്റെ പൊസിഷനിൽ പലപ്പോഴും വന്നിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. 4 അവറിൻ്റെ ഐഡിയം എടുത്തു. പക്ഷേ ഇവിടെയൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് മാത്രമേ നടത്തിയിരിക്കുന്നത്. പ്രൈസ് ബോഡി ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ശക്തമായ ഒരു റിയാക്ഷൻ ആ ഒരു പൊസിഷനിൽ നിന്നുണ്ട്. പക്ഷേ അത് സെല്ലേഴ്സിന് അത് സക്സസ് ആക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ബയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സെല്ല് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ബൈ എടുക്കുമ്പോൾ ധൈര്യമായിട്ട് എടുക്കാമെന്ന് പറയണം. പക്ഷേ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് വരെ തന്നെ പ്രീവിയസ് നെക്സ്റ്റ് മൾട്ടിപ്പിൾ ടാർഗറ്റ് തന്നെ വെക്കുക. ഒരു 20, 10, 15 അതേപോലെ 30, 40, 50 പിപ്പിൻ്റെ ട്രേഡ്സിൽ തന്നെ പരമാവധി പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡ്സ് ഈ ഒരു റേഞ്ചിൽ നിന്ന് കിട്ടും. ഒക്കെ 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും കാണാം ഇവിടെ ബ്രേക്ക് ഫ്രഷർ കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ ബിഗ് ബ്രേക്ക് നടത്തിയതിന് ശേഷം പ്രൈസ് പിന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഹൈയും ബ്രേക്ക് ചെയ്യുന്നില്ല, എന്നാൽ പ്രൈസ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും അതേ റേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, 50 മിനിറ്റ് ഐഡിയം എടുത്തു, പിന്നെ ബിഗ് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത് അതേ റേഞ്ചിൽ തന്നെ. അപ്പോൾ ഈ ഒരു പൊസിഷനൊക്കെ ബൈ ചെയ്യാവുന്നതാണ്. എന്നാലും വീക്കിൻ്റെ ആ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്ത് ഫെയിലാകുക. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് AUDയിലേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത് ഓൾറെഡി ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, പക്ഷേ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ റേഞ്ചിൽ തന്നെയാണ് ഈ മന്തിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് നോക്കിയാൽ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഒരു ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ശക്തമായൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലേക്കും ബൈയും സെല്ലും നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും ലിക്വിഡിറ്റി എടുത്തു. പിന്നെ അടുത്തുണ്ടായ സ്ട്രക്ചർ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തതോടെ ഇത് സ്ട്രോങ് ആയി. ഉണ്ടോ, ഇത് സ്ട്രോങ് ആയി വീണ്ടും ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. പ്രൈസ് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് വീണ്ടും കയറി പോകുന്നിരിക്കുന്നത്. നമുക്ക് 4 അവറിലേക്ക് നോക്കാം. 4 അവർ നോക്കിക്കഴിഞ്ഞാലും 4 അവറിൻ്റെ ഒരു OBയിൽ നിന്നാണ് നമ്മൾ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടൊരു പൊസിഷനാണ്. അവിടെ നിന്നാണ് പ്രൈസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് സൈഡിലേക്കും എൻട്രികളുണ്ട്. ഇപ്പോൾ 1 അവറിലേക്ക് വരുമ്പോൾ നോക്കിയേ, ആ ഒരു OBയിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ ശേഷം പ്രൈസ് വീണ്ടും പുൾ ബാക്ക് എടുത്തു. അതേപോലെ അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും പുൾ ബാക്ക് എടുത്തു. വീണ്ടും ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും പുൾ ബാക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് സെല്ല് തന്നെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലേക്കും എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് OD/USD. പക്ഷേ ചെറിയ ചെറിയ പിപ്പ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി കൂടി റിസ്ക് കൂട്ടി വെച്ച് ഇച്ചിരി വലിയ
റിസ്ക് ഇട്ട് ചെറിയ ചെറിയ 10 വിപ്പും 15 വിപ്പ് 20 വിപ്പിനൊക്കെ പ്രോഫിറ്റ് എടുത്ത് മാറുകയാണെങ്കിൽ ഗുഡായിരിക്കും. നമുക്ക് മന്തിൻ്റെ വരാം. മന്തിൻ്റെ യൂറോ ഹിസ്റ്ററി വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. പ്രൈസ് നല്ല ബുള്ളിഷിലാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മൂവ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഫെബ്രുവരി പകുതിയോടെ തന്നെ പ്രൈസ് നടത്തിയിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. കഴിഞ്ഞ വീക്കിലത്തെ മൂവ്മെൻറ്റ്സിനേക്കാളും വളരെ ചെറിയ അതിൻ്റെ ഒരു 4-1 മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള ഈ വീക്കിൽ. പക്ഷേ പ്രൈസ് ഈ വീക്കും പ്രൈസ് ബുള്ളിഷാണ്. പക്ഷേ വീക്കിൻ്റെ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ഓബിയിൽ നിന്നും പ്രൈസ് തിരിച്ചൊരു പുൾ ബാക്ക് വീണ്ടും എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഇച്ചിരി ബോഡി ബ്രേക്ക് ഇവിടെ നോക്കട്ടെ ഒരു സെക്കൻഡ്. ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു OB സ്ട്രോങ് ആണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സെല്ലിലേക്ക് നോക്കാവുന്നതാണ്. ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വിടാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബൈയിലേക്ക് കിട്ടുന്ന സെറ്റപ്പ് പലപ്പോഴും നല്ല റിയാക്ഷൻ തരും. ചിലപ്പോൾ കംപ്ലീറ്റ് TP അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല റിയാക്ഷൻ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പൊസിഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഡേയിലേക്ക് വരികയാണെങ്കിൽ ഡെയിലി പ്രൈസ് ബിയറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊരു OBയിൽ നിൽക്കണം. പക്ഷേ ഇപ്പോഴും ഈ OB ഫെയിൽ ആയിട്ടില്ല. എന്നാൽ ഇത് കാര്യമായിട്ട് റിയാക്ഷനും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. ഇവിടെ ലിക്വിഡിറ്റി ഇന്ന് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി നമ്മുടെ ഈ 4 അവറിൻ്റെ സ്ട്രക്ചറിൽ ലിക്വിഡിറ്റി IDM ഒന്നും പ്രൈസ് എടുത്തിട്ടില്ല. പ്രൈസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈക്ക് ഈ ഒരു OBയിൽ വന്ന് ഈ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടി ബൈയിലേക്കുള്ള. നെക്സ്റ്റ് ഈ ഒരു ഇത് പ്രൈസ് വന്നിട്ടുണ്ട്. വീണ്ടും പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ ഈ മേജറിലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ നോക്കാം. നിങ്ങൾ ബൈ നോക്കി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ 4 അവറിൻ്റെ ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ വിക്ക് ബ്രേക്കാണ് നടത്തിയെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ലെവലിലായിരിക്കണം. അതായത് നമ്മുടെ ഈ ഡേയുടെ OB പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ബുള്ളിഷിലേക്ക് തന്നെ നിന്നാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മൺഡേ പ്രൈസ് ഇവിടെ നിന്ന് ബ്രേക്ക് വരികയും ഈ 1 അവറിൽ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി പ്രൈസ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഴ്ച നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ OBയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഈ ഒരു OB വരെ, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ വരെ, അല്ലെങ്കിൽ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ ഫ്ലോ വരെയൊക്കെ പ്രൈസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ BTCയുടെ ചാർട്ട് ഒന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചു. ഞാൻ BTC ട്രേഡ് ചെയ്യാറില്ല. ഞാൻ ബിറ്റ് കോയിനിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നടത്താറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബെറ്റർ അനാലിസിസ് കിട്ടും. എന്നാലും നമ്മളുടെ സെറ്റപ്പ് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ. ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ മന്തിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കഴിഞ്ഞ, അതായത് ജാനുവരിക്ക് ശേഷം പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വന്ന ഫെബ്രുവരി കംപ്ലീറ്റ് ബിയറിഷ് ആയിരുന്നു. മാർച്ചും ഇപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിൽ നിൽക്കുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കാം സംഭവിക്കുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്കിപ്പോൾ മന്തിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഈ ഹൈ ടു ലോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മന്തിൻ്റെ ഓർഡർ ഫ്ലോ ആണ്. പ്രൈസ് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ 73ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഹൈയുടെ ഇൻറ്റേർണൽ ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ് എടുക്കാൻ പറ്റില്ല. ന്യൂ ഹൈ വന്നു, ഇൻറ്റേർണൽ IDM വന്നു, ഇതാണ് നമുക്ക് OB ആയിട്ട് വരുന്നത്. അപ്പോൾ വീക്കിൻ്റെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ OBയിൽ നിന്നും പ്രൈസ് തിരിച്ച് കയറാവുന്നതാണ്. നോക്കിയേ ഉണ്ടോ. അപ്പോൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറും. ആദ്യം നല്ലൊരു IFC ക്യാൻഡിൽ വന്നു, പക്ഷേ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാനുള്ളൊരു ഡേയുടെ ഒരു സ്കോപ്പ് കിട്ടിയിട്ടുണ്ട്. സിംഗിൾ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് കയറിപ്പോട്ടെ. ആ മറ്റേ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, മന്തിൻ്റെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യാനും ലോങ് ടൈം ഹോൾഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണ്. അല്ല ഡേയുടെ ഈ ഒരു പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കുക. ഇപ്പോൾ ഇത് നമുക്കിത് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ഡേയുടെ സെറ്റപ്പ് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഡേയുടെ ഒരു OB വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മന്തിൻ്റെ ഇതിനേക്കാളും പ്രൈസ് ഇപ്പോൾ നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മന്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ പൊസിഷൻ ഏകദേശം മന്തിൻ്റെ അതേ പൊസിഷൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡേയുടെ ഒരു ഇത് കിടക്കുന്നുണ്ട്, ഓർഡർ ഫ്ലോ കിടക്കുന്നുണ്ട്. ആ ഓർഡർ ഫ്ലോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്.
ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവ്. പക്ഷേ വീക്കിൻ്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീക്കിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് ബൈ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ലോ ലിക്വിഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. 4 ഹവറിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തൊരു കൺഫർമേഷനാണ് കിട്ടിയേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലിപ്പാണ്, പക്ഷേ അവിടെ ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ടാകുന്ന നോക്കണം. നമ്മുടെ എൻട്രി സെറ്റപ്പ് വെച്ചേക്കണമെങ്കിൽ ഫ്ലിപ്പ് വിക്ക് ബ്രേക്ക് നടന്ന് അതിനെ ബോഡി ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഗുഡ്. അപ്പോൾ പ്രൈസ് ഇനി ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആദ്യം റിയാക്ഷൻ തന്നത് കൊണ്ട് തന്നെ ഇനി IDMൻ്റെ ആവശ്യമില്ല. ഈ ഒരു പൊസിഷനിൽ വന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് എനിക്ക് BTCനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് മാനിപ്പുലേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോൾഡൊക്കെ ഓൾറെഡി നല്ല ബുള്ളിഷാണ്. കറൻസികളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ട്രേഡ് ചെയ്യുക. അപ്പോൾ ബാക്കി നല്ല സെറ്റപ്പ് എൻട്രികൾ എല്ലാ ദിവസവും നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത് പോലെ മൺഡേ ടു ഫ്രൈഡേ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മളുടെ അനാലിസിസ് നല്ല എൻട്രികൾ സെറ്റപ്പുകൾ ഞാൻ അയച്ചു തരാം. അതേപോലെ തന്നെ എൻട്രി എടുക്കാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഓടെ സക്സസ്സിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.